ഹലോ ഗൈസ്, അങ്ങനെ ഷാനവാസിക്ക് ഹോസ്പിറ്റലിലേക്ക് മാറ്റാനായിട്ട് ബിഗ് ബോസ് തീരുമാനിച്ചിരിക്കുകയാണ്. ബിഗ് ബോസ് ഷാനവാസിക്ക് കൺഫ്യൂഷൻ റൂമിൽ ഡോക്ടേഴ്സ് പരിശോധിച്ചതിന് ശേഷം ഷാനവാസിക്ക് അടുത്ത് ബിഗ് ബോസ് സംസാരിക്കുന്നതായിട്ട് ലൈവിൽ കാണിക്കുന്നുണ്ട്. ഷാനവാസ്, ഞാൻ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ്, എൻ്റെ ആൾക്കാർ തന്നെയാണ് കൊണ്ടുപോകുന്നത്, പേടിക്കേണ്ട കാര്യമില്ല. ഷാനവാസിന് വിശദമായിട്ടുള്ളൊരു പരിശോധന ആവശ്യമാണ് എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. അങ്ങനെ ഷാനവാസിക്ക് ബിഗ് ബോസ് അവിടെ ഹൗസിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ്. ഗൈസ്, എന്തായാലും വളരെ നമ്മളെന്താ ഒരിക്കലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു ഹൃദ്രോഗിയാണെന്നുള്ള കാര്യം ഓർക്കാതെ തന്നെ വളരെ മോശമായിട്ട് ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ നിവിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നിവിനെ 1% പോലും ന്യായീകരിക്കാൻ ഒന്നും പറ്റില്ല. ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നില്ല. ഇപ്പം തന്നെ ബാക്കിയുള്ള അനീഷേട്ടനെ ഇപ്പോൾ ഛർദ്ദിച്ച് പിന്നെ കൺഫ്യൂഷൻ റൂമിൽ പുള്ളിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് തൊട്ട് പിന്നാലെ തന്നെ ഇടാം. അപ്പോൾ എന്തായാലും ഡോക്ടേഴ്സ് ഷാനവാസിക്കെ കൊണ്ടുപോയി എല്ലാവരെയും ബിഗ് ബോസ് ലിവിംഗ് ഏരിയയിൽ വന്നിരിക്കാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഭയങ്കര കൺഫ്യൂസ്ഡാണ്. എന്താണ് സംഭവിച്ചത്? ഷാനവാസിക പുറത്തേക്ക് വന്നതുമില്ലല്ലോ, എന്താണ് കാരണമെന്ന് അറിയാതെ എല്ലാവരും ഇന്ന് വിഷമിക്കുന്നുണ്ട്. അതിനുശേഷം ഷാനവാസികയെ ഹോസ്പിറ്റലിലേക്ക് അവർ മാറ്റിയതിന് ശേഷമാണ് ബിഗ് ബോസ് ലിവിംഗ് റൂമിൽ ഇരിക്കുന്നവരോട് അനൗൺസ് ചെയ്യുന്നു, നിങ്ങളെല്ലാവരും വന്ന് ലിവിംഗ് റൂമിൽ ഇരിക്കൂ എന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും വന്നിരിക്കുന്നു. ഇരുന്നതിന് ശേഷം പിന്നീട് നെവിനും അവരൊക്കെ കുറച്ച് ലേറ്റായി. അപ്പം പിന്നെ ബിഗ് ബോസ് ദേഷ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ എന്താണ് കുറച്ച് നേരം ആയല്ലോ പറഞ്ഞിട്ട് എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെടുമ്പോൾ പെട്ടെന്ന് വന്ന് നിവിനൊക്കെ ഇരിക്കുന്നു. നിവിനും ആരിനും ഇരുന്നതിന് ശേഷം പറയുന്നു, ഷാനവാസിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കരമായിട്ട് ടെൻഷനായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷേട്ടനൊക്കെ ഭയങ്കര ടെൻഷനാണ്. പുള്ളി ഷാനവാസിക കുഴഞ്ഞ് വീണപ്പോൾ തന്നെ സമയം കളയാതെ ഡോക്ടറെ അടുത്ത് പോകാം എന്ന് പറയുന്നുണ്ട്. കാരണം അദ്ദേഹം അത് പിന്നെ അച്ഛൻ്റെ കാര്യത്തിന് അത് അറിയാവുന്നുണ്ട്. ഈ അറിയാവുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ടെൻഷൻ ആവുമല്ലോ. അങ്ങനെ മാക്സിമം വേഗത്തിൽ കൊണ്ടുപോകാനായിട്ട് അപ്പോഴേ തന്നെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടെൻഷൻ മുഴുവൻ അനീഷേട്ടൻ്റെ മുഖത്തുണ്ട്. അപ്പോൾ അനീഷേട്ടൻ അവിടെ ഒന്ന് അനങ്ങാതിരിക്കുന്നുണ്ട്. കൂടുതൽ സംസാരിച്ചാൽ എനിക്ക് തോന്നുന്നു കൂടുതൽ സംസാരിച്ചാൽ ചിലപ്പം നിവിനെ കയറി അടിക്കും എന്നുള്ളൊരു ഭാവത്തിലാണ് ഇരിക്കുന്നത്. ഇതൊന്നും ഏശാത്ത രീതിയിൽ ഒരാളവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ വാഴയായ സാബുമാനാണ്. ഈ സാബുമാൻ എന്തൊരു വാഴയാണെന്ന് ആലോചിക്കുക. ഇടയ്ക്കിടയ്ക്ക് ബിഗ് ബോസ് സാബുമാൻ 2 കൈയും കെട്ടിയിരിക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ഷാനവാസിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഒരു പ്രശ്നമില്ലാതെ അദ്ദേഹം തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റും. അദ്ദേഹം ഒരു കുഴപ്പം ഒന്നും ഉണ്ടാവത്തില്ല. എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ഭയങ്കരമായിട്ട് നെഞ്ചത്ത് പൊത്തിപ്പിടിച്ചിട്ടാണ് ഷിവർ ചെയ്തത്. ചിലപ്പോൾ പെട്ടെന്ന് ശ്വാസം മുട്ടൽ, ഈ ഹൃദ്രോഗമായിട്ടുള്ള പ്രശ്നം വരുമ്പോൾ ഹൃദ്രോഗമുള്ളവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്വാസം മുട്ടലും കൈ ഷിവറിങ് ഉണ്ടാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായിരിക്കാം പെട്ടെന്നുണ്ടാവുന്നൊരു BP കുറയുകയോ കൂടുകയൊക്കെ ചെയ്യുമ്പോഴാണല്ലോ. അപ്പം അത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയോ ഡോക്ടേഴ്സിനെ കാണുക എന്നുള്ളതാണ് പ്രധാനം. കാരണം ECGയിൽ അവർക്ക് വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവമായിരിക്കും. എന്തായാലും അതിനുശേഷം ലിവിംഗ് റൂമിൽ വന്നിരുന്നതിന് ശേഷം ബിഗ് ബോസ് തിരിച്ച് നിവിൻ കൺഫെഷൻ റൂമിലേക്ക് വരുമെന്ന് പറഞ്ഞു. നിവിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട്. കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് നിവിൻ കൺഫെഷൻ റൂമിൽ എത്തുമ്പോൾ പറയും, ഷാനവാസിനെ ഹോസ്പിറ്റലിലേക്ക് അയച്ചിരിക്കുകയാണ്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഷാനവാസ് വന്നതിന് ശേഷം നിവിനോട് സംസാരിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നിവിനോട് അപ്പോഴും സംസാരിക്കാം എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. ബിഗ് ബോസ് കട്ട കലിപ്പിലാണ്. മിക്കവാറും എന്തായാലും നിവിന് ഇത്രയും ദിവസം നിവിൻ തന്നെയാണ് പുറത്തു പോകുന്നത്. മിക്കവാറും നിവിനെ പുറത്താക്കാനാണ് സാധ്യത ഗൈസ്. അപ്പം നെക്സ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരേക്കും ബൈ.